ഇന്ന് കർക്കിടക വാവ്. നമ്മുടെ സങ്കല്പങ്ങൾക്കും എന്താ പറയണ്ടേ, നമ്മുടെ ആചാരങ്ങളും അതെന്ത് തന്നെ ആയാലും, ശരിക്കും പറഞ്ഞാൽ എന്തിൻ്റെ പേരിലായാലും ഇങ്ങനൊരു ദിവസം അതുള്ളത് നല്ലതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം അച്ചാച്ചനെയും അമ്മാമ്മയെയും അപ്പൂപ്പനെയും കണ്ട ഓർമ്മ എനിക്കില്ല. പക്ഷേ അവരെക്കാളേറെ എൻ്റെ അച്ചാമ്മ എനിക്ക് ഒരുപാട് സ്നേഹം തന്നിട്ടുണ്ട്. അതുപോലെ നമുക്ക് പ്രിയപ്പെട്ട ഒരുപാട് ആൾക്കാർ, ശരിക്കും പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ നമ്മളെ വിട്ടു പോയി എന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് ആൾക്കാർ, അങ്ങനെയുള്ള ആൾക്കാരെല്ലാവരും അവർക്ക് നമ്മളെ കൈകൊണ്ട് കൊടുക്കുന്ന ആഹാരം അവർ കഴിക്കുന്നുണ്ടെങ്കിൽ, ആ സങ്കല്പം സത്യമാണെങ്കിൽ, ശരിക്കും പറഞ്ഞാൽ ഇങ്ങനൊരു ദിവസം പുണ്യമല്ലേ. അങ്ങനെയൊക്കെ എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. ഇന്ന് അച്ചാച്ചനും അമ്മാമ്മയ്ക്കും അപ്പൂപ്പനും ആയിട്ട് ഞങ്ങൾ 3 നിലയിലാണ് എല്ലാ പ്രാവശ്യവും സദ്യ വിളമ്പാറ്. പിന്നെ ഇപ്പം ഈ വിളമ്പിക്കൊണ്ടിരിക്കുന്നത്, നമ്മൾ 4 പേര് കഴിക്കാറുണ്ട്. അനിയന്ന് വീട്ടിലില്ല, അതുകൊണ്ട് ഞാനും അച്ഛനും അമ്മയും അച്ചാമ്മയാണുള്ളത്. ഞങ്ങൾക്ക് 4 പേർക്കും ഒരുമിച്ചിരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു ഇല കൂടെ കുറവുണ്ടായിരുന്നു, അതും വിളമ്പി. അച്ചാമ്മയുടെ സ്പെഷ്യലായിട്ടുള്ള ഭക്ഷണങ്ങളാണെല്ലാം. പിന്നെ അമ്മയുടെയും അമ്മയും ഒത്തുപിടിച്ച സദ്യ സ്വർഗ്ഗമാണ്. പിന്നെ എന്താ പറയണ്ടേ, അതിനേക്കാളേറെ സ്വർഗ്ഗമാണ് ഒരുമിച്ചിരുന്ന് എല്ലാ ആൾക്കാരും കൂടി, അതായത് ഫാമിലിയിലെ എല്ലാ മെമ്പേഴ്സും കൂടെ സ്നേഹത്തോടെ കഴിക്കുന്ന, സമാധാനത്തോടെ ഉറങ്ങുന്ന ഒരു വീട്. ആ വീട് അതുള്ളവർ, അതൊരു വലിയ വീടോ ചെറിയ വീടോ എന്നല്ല, ആ ഒരു മനസ്സമാധാനത്തോടെ ഉള്ളവർ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വർഗത്തിലാണ് ജീവിക്കുന്നതെന്ന് പറയാൻ പറ്റില്ലേ. എല്ലാവരോടൊപ്പം ഒരുമിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട്, അതായത് ഈ മൊമെൻറ്റ് നമുക്ക് തന്നതിന് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഒരു നേരത്തെ അന്നം കഴിക്കുക. കർക്കിടക വാവ് വെച്ച് കൊടുക്കുക. കഴിഞ്ഞപ്പോൾ നല്ല മഴയായിരുന്നു കേട്ടോ. കുറച്ച് സമയം ഇങ്ങനെ മഴയൊക്കെ നോക്കിയിരുന്നു, എന്നിട്ട് കുറച്ച് നേരം കിടന്നു.